ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒരു റെസിപ്പിയാണ്. ഇത് നന്നാവുമെന്നൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഉണ്ടാക്കി നോക്കിയതാണ്. ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കുക. ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം 10 ചുവന്നുള്ളി അരിഞ്ഞത്, മുക്കാൽ കപ്പ് തേങ്ങാപ്പീര, വേപ്പില, 2 ഏലക്ക, 5 ഗ്രാമ്പൂ, 2 കറുകപ്പട്ട, 7 കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിജീരകം, ഇതെല്ലാം എടുത്ത് നന്നായിട്ട് നിറച്ചെടുക്കാൻ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം. പൊടികളെല്ലാം ഞാൻ നേരത്തെ എടുത്ത് സെറ്റാക്കി വെക്കും, കാരണം പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു പാൻ എടുക്കുക, ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് 6 വെളുത്തുള്ളി അരിഞ്ഞതും 1.5 ഇഞ്ച് ഇഞ്ചിയും കൂടി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളകും കൂടി ഇടുക. എന്നിട്ട് 2 സവാള അരിഞ്ഞിട്ട് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം നന്നായി വഴന്ന് വന്നതിന് ശേഷം പൊടികളെല്ലാം എടുത്ത് വെച്ചാൽ നമുക്കിടാം. പൊടികളെല്ലാം എന്തൊക്കെയാണെന്ന് ഞാൻ പോരെന്ന് പറഞ്ഞുതരാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ഉപയോഗിച്ചാലും മതി. 1 ടേബിൾ സ്പൂൺ. ഗ്യാസ് എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ചിടുക. എന്നിട്ട് ഇതിൻ്റെ മൂപ്പൊന്ന്, അതായത് മസാലയുടെ പൊടി മണം നന്നായിട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മസാലയുടെ പൊടിയുടെ കുത്തില്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം, പൊടിൻ്റെ മണം പോയതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം പിടിച്ചിട്ട് നമുക്ക് ഉറപ്പതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് വെള്ളം ഒഴിക്കുക. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോഴത്തെ ആ ഒരു കപ്പിൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ട് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. വന്നതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് നോക്കുക, കാരണം ഇതൊന്ന് വേവണം. എല്ലുള്ള ചിക്കൻ എടുത്താൽ മതി, എങ്കിലും അതിൻ്റെ സത്തിറങ്ങത്തുള്ളൂ. ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേവൊന്നും അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഹാഫ് മുക്കായപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് നമ്മുടെ അരപ്പ് അരച്ചിട്ടിട്ടുണ്ടായിരുന്നു. അരപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് സ്ലോ കുക്ക് ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നോക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഞാൻ നോക്കി, പക്ഷെ നല്ല ഒന്നാന്തരം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പോലും വിചാരിച്ചില്ല എത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ട് വേപ്പിലിടാം, പക്ഷെ ഞാൻ വേപ്പിലിടാൻ ആക്ച്വലി മറന്നുപോയി. ഞാൻ ഇത് 10 കൂട്ടിയിട്ടാണ് കഴിച്ചത്. അടിപൊളിയായി.